السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് 22 നോമ്പുകൾ കടന്നുപോയിരിക്കുന്നു. അല്ലെങ്കിൽ 22ാമത്തെ നോമ്പാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം റമളാന്റെ അവസാനത്തെ 10ലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമനുസരിച്ച് നാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും 10കളിലൂടെ കടന്നുപോയി നരകത്തിൽ നിന്ന് മോക്ഷം നൽകുന്ന 10ലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ്. അവൻ നമുക്ക് ഈ അവസരം നൽകിയിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ തഖ്വ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിന്റെ അയാളുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ 10 ദിവസങ്ങൾ എന്റെ മോക്ഷത്തിനുള്ള സാധനങ്ങളായി എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയില്ല. ഈ ദിവസങ്ങൾ തീർച്ചയായും റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും നരകത്തിൽ നിന്നുള്ള മോക്ഷത്തിന്റെയും ദിവസങ്ങളാണ്. എന്നാൽ നാം ഈ ദിവസങ്ങളിലെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും നിബന്ധനകളില്ലാതെ ഉണ്ടാവുകയില്ല. അവയോടൊപ്പം ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളിലെ റഹ്മത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാനും ചില നിബന്ധനകളുണ്ട്. ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നിന്നും ഭാഗം കരസ്ഥമാക്കുന്നതിനും ചില നിബന്ധനകളുണ്ട്. നരകത്തിൽ നിന്ന് മോക്ഷം നേടുന്നതിനും ചില നിബന്ധനകൾ അനുസരിക്കേണ്ടത് നിർബന്ധമാണ്. നാം ഈ കാര്യങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അത് മുഖേന നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിത്തീരും. അള്ളാഹുവിന്റെ റഹ്മത്ത് 2 തരത്തിലാണെന്ന് ചില മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നു. റഹ്മത്തിന്റെ ഒരു തരം ഇതാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഔദാര്യം എന്ന നിലക്കാണ് ലഭിക്കുക. മനുഷ്യൻ അത് കരസ്ഥമാക്കുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രമമോ അധ്വാനമോ നടത്തുന്നില്ല.
അതിനുദാഹരണം അള്ളാഹുവിന്റെ ഈ കൽപ്പനയാണ്, റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ. എന്റെ റഹ്മത്ത് എല്ലാ വസ്തുവിനെയും വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ റഹ്മത്തിൽ നിന്ന് എല്ലാവരും അംശം കരസ്ഥമാക്കുന്നു. ഒരുവിധ കർമ്മവും ഇല്ലാതെ അവർക്ക് ഈ റഹ്മത്തിൽ നിന്ന് ഭാഗം ലഭിക്കുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് പറയുന്നു, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, റഹ്മത്ത് പൊതുവായുള്ളതും വിശാലമായതുമാണ്. കോപം, അതായത് അദൽ, നീതി എന്ന സിഫത്ത് ചില പ്രത്യേകതകൾക്ക് ശേഷമാണ് പ്രകടമാകുന്നത്. അതായത് ഈ സിഫത്ത് ദൈവീക നിയമത്തെ അതിർകടന്നതിന് ശേഷമാണ് അതിന്റെ കടമ നിർവഹിക്കുന്നത്. ഇതിനായി ഒന്നാമതായി ദൈവീക നിയമം ഉണ്ടാവണം. ദൈവീക നിയമത്തെ ലംഘിച്ചതിന്റെ ഫലമായ പാപം ഉണ്ടാവണം എന്നത് നിർബന്ധമാണ്. അതിനുശേഷമാണ് ഈ സിഫത്ത് പ്രകടമാകുന്നത്. എന്നിട്ട് അതിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നു. അള്ളാഹു തന്റെ ദാസരിൽ കാരുണ്യം ചൊരിയുന്നവനാണ്, അവരിൽ കരുണ ചൊരിയുന്നു. എന്നാൽ ദൈവീക നിയമത്തെ അതിർകടന്നതിന്റെ ഫലമായി മനുഷ്യൻ ശിക്ഷക്കോ കോപത്തിനോ പാത്രീഭൂതനായി തീരുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അങ്ങേയറ്റം പരിധി ലംഘിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ നീതി എന്ന സിഫത്തും മറ്റു സിഫത്തുകളും പ്രവർത്തിക്കുന്നു. എന്നാൽ പൊതുവിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ചില സമയത്ത് നീതിയെ അല്ലെങ്കിൽ ദൈവീക നിയമത്തെ ലംഘിക്കുന്നതിന്റെ ഫലമായി ശിക്ഷ ലഭിക്കേണ്ടതാണ്. എന്നാൽ അള്ളാഹു പിന്നെയും കാരുണ്യം ചെയ്തുകൊണ്ട് പുറത്തു കൊടുക്കുന്നു. എന്നാൽ ഈ സ്ഥിതി വിശ്വാസികളുടേതല്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ സ്ഥാനം മറ്റൊന്നാണ്. വിശ്വാസം ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള ഈമാൻ ഉണ്ടെങ്കിൽ ഈ വിശ്വാസാവസ്ഥയെ ശരിയാക്കി വെക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. എല്ലാ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും ഏതെങ്കിലും മാനുഷികമായ ബലഹീനത നിമിത്തം തിന്മ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അള്ളാഹുവിന്റെ റഹ്മത്ത് ആ തിന്മയെ മൂടിക്കളയുന്നു. ഞാൻ കഴിഞ്ഞ ഏതോ ഖുതുബയിൽ പറഞ്ഞതുപോലെ പാപത്തിൽ മനുഷ്യൻ ധൈര്യം കാണിച്ചു മുന്നോട്ടു പോവുക എന്നതല്ല, എന്നിട്ട് ഒരു വിലയും കൽപ്പിക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യലല്ല. ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നവയാണ്. ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയാണ് അവന്റെ കോപത്തെ മറച്ചുകളയുന്നത് എന്നതിനെക്കുറിച്ചൊരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ശിക്ഷാപ്രവചനങ്ങളിൽ യഥാർത്ഥത്തിൽ വാഗ്ദാനങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു തന്റെ ഖുദ്ദൂസിയത്ത് കാരണം കുറ്റവാളിയായ ഒരാൾക്ക് ശിക്ഷ നൽകും എന്ന കാര്യം മാത്രമാണ് ഉണ്ടാവുക. ചില സമയത്ത് തന്റെ ഈ ഉദ്ദേശത്തെക്കുറിച്ച് തന്റെ ഇൽഹാം നൽകപ്പെടുന്നവർക്ക് അറിവ് നൽകുകയും ചെയ്യുന്നു. അതായത് ഇൽഹാം നൽകുന്നവർക്ക്, തന്റെ പ്രവാചകന്മാർക്ക്, സത്യാത്മാക്കൾക്ക് ഇന്ന ആൾ ധൈര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ്, അതുകൊണ്ട് അയാൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നതാണ് എന്ന അറിവും നൽകുന്നു. എന്നാൽ പിന്നീട് എന്തായിരിക്കും സ്ഥിതി? പറയുന്നു, പിന്നീട് കുറ്റവാളി തൗബയും ഇസ്തിഗ്ഫാറും വിലാപവും വേദനയും കൊണ്ട് റഹ്മത്തെ ഇലാഹിയുടെ ആവശ്യം പൂർത്തിയാക്കുമ്പോൾ റഹ്മത്തെ ഇലാഹി ദൈവിക കോപത്തിനെ മുൻകടക്കുന്നു.
ചില സമയത്ത് അറിവും ലഭിക്കും, ശിക്ഷയും വിധിക്കപ്പെടുന്നു, തീരുമാനവും നടക്കുന്നു. എന്നിരുന്നാലും ആ വ്യക്തി ആരെക്കുറിച്ചാണോ തീരുമാനം നടന്നത് അയാൾ തൗബ ചെയ്തുകൊണ്ടിരിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. പറയുന്നു, ദൈവിക കാരുണ്യം ദൈവിക കോപത്തെ മറികടക്കുന്നു. അങ്ങനെ ദൈവിക കാരുണ്യം ഈ ദൈവിക കോപത്തെ തന്റെ ഉള്ളിൽ മറഞ്ഞതും ലയിച്ചതുമാക്കി കളയുന്നു, അതിനെ മറക്കുന്നു, അതിൽ മറയിടുന്നു. അള്ളാഹു മാപ്പ് നൽകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അദാബി ഉസീബു മൈ അഷാഉ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. അതായത് റഹ്മതി സബഖത് ഗദബി. അള്ളാഹു പറയുന്നു, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. കുറ്റവാളികൾക്കും അവരുടെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആർക്കാണോ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് അവർക്കും പുറത്തു കൊടുക്കുന്നു. അവിടുന്ന് പറയുന്നു, ശിക്ഷ നിർബന്ധമായ കുറ്റവാളികൾക്കും അവർ വിലപിച്ച് അപേക്ഷിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. എന്നല്ല, ഞാൻ പറഞ്ഞതുപോലെ ചിലർക്കുള്ള ശിക്ഷയെക്കുറിച്ച് തന്റെ സത്യാത്മാക്കൾക്ക് അറിവ് നൽകുന്നു. എന്നിരുന്നാലും കുറ്റവാളികളുടെ വിലാപവും കരച്ചിലും രോധനവും ഇസ്തിഗ്ഫാർ ചെയ്യലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ വലിച്ചെടുപ്പിക്കുന്നു. ഏതായിരുന്നാലും വിശ്വാസിയുടെ സ്ഥാനമല്ല ഇത്. ആദ്യം ദൈവീക നിയമവുമായി കലാപമുണ്ടാക്കുകയും പിന്നീട് വിലപിക്കുകയും എന്നിട്ട് കാരുണ്യം അന്വേഷിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ഉദാഹരണം മറ്റൊന്നാണ്. രണ്ടാമത്തെ തരം റഹ്മത്ത് കർമ്മവുമായി നിബന്ധനയുള്ളതാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമായും തഖ്വയിൽ ചരിക്കുന്നവരുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതുപോലെ അള്ളാഹു പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയമായും അള്ളാഹുവിന്റെ കാരുണ്യം മുഹ്സിനീങ്ങളുടെ സമീപത്താണ്. മുഹ്സിൻ എന്നതിന്റെ അർത്ഥം മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നവൻ, തഖ്വയിൽ ചരിക്കുന്നവൻ, അറിവുള്ളവൻ, എല്ലാ നിബന്ധനകളോടുകൂടിയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെട്ട ജോലി പൂർത്തിയാക്കുന്നവൻ എന്നൊക്കെയാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇവരുടെ സമീപത്താണുള്ളത്. അവർ അള്ളാഹുവിന്റെ ശിക്ഷയോടുള്ള ഭയനിമിത്തം അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്നവരല്ല. അള്ളാഹുവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, അവന്റെ സ്മരണ ഹൃദയത്തിൽ വെക്കുന്നു. പാപത്തിനുള്ള ശിക്ഷയുടെ ഭയനിമിത്തം അവർ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവരല്ല. മറിച്ച് ഇനി അറിയാതെ എന്തെങ്കിലും പാപം സംഭവിച്ചാൽ അള്ളാഹുവിനെ അവനോടുള്ള തഖ്വ സ്വായത്തമാക്കിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം അവരിൽ ഇറങ്ങുന്നു. അവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നു. ദുആകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമാണ്. അവനിൽ ഒരു വിധത്തിലുള്ള ഫലപ്രയോഗവും ആർക്കും സാധ്യമല്ല. എന്തു തന്നെയായാലും അവൻ തങ്ങളുടെ ദുആകൾ സ്വീകരിക്കണം എന്ന് പറയാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം മുഹ്സിനീങ്ങളുടെ കൂടെയാണ്. തഖ്വയിൽ ചരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നവരോടൊപ്പമാണ്. മറ്റുള്ളവരോട് നന്മ ചെയ്യുകയും അവരോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുന്നവരോടൊപ്പമാണുള്ളത്. അതുകൊണ്ട് ദുആകൾ സ്വീകരിക്കപ്പെടണം എങ്കിൽ മുഹ്സിൻ ആയി തീരേണ്ടത് അനിവാര്യമാണ്. മുഹ്സിൻ എന്നുള്ള ഈ അർത്ഥങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മുഹ്സിനായി തീരേണ്ടതാണ്. ഇത് ഒരു സാധാരണ കാര്യമല്ല.
സാധാരണ നന്മകൾ ചെയ്ത് മനുഷ്യന് അങ്ങനെയായി തീരാൻ സാധ്യമല്ല. മറിച്ച് ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടെ കർമ്മങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്സിനെ വിശദീകരിച്ചത് മനുഷ്യൻ നോക്കുകയാണെങ്കിൽ ഭയം കൊണ്ട് പരവശനായിത്തീരുന്നു. നമ്മുടെ ആരാധനകളുടെ അവസ്ഥ ഈ വിധത്തിലാണോ? നാം ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ അവസ്ഥ ഈ വിധത്തിലാണോ? അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വിധത്തിലാണോ? ആ വിശദീകരണം എന്താണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹ്സിൻ എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കെ അയാൾ അള്ളാഹുവിനെ കാണുന്നു എന്ന നിലയിൽ ചെയ്യുന്ന ആളാണ്. പറയുന്നത് അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു അയാളെ കാണുന്നു എന്ന കാര്യം മുന്നിൽ വെക്കുന്നു. ഈ അവസ്ഥ നമ്മുടെ ഇബാദത്തുകളുടേതുമായിരിക്കണം, നമ്മുടെ മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ഒരിക്കലും തെറ്റായ പ്രവൃത്തി ഉണ്ടാവുകയില്ല, ഒരിക്കലും തഖ്വയിൽ നിന്ന് നാം ദൂരപ്പെടുകയില്ല, ഒരിക്കലും ഒരാളോട് മോശമായി പെരുമാറുകയില്ല, ഒരിക്കലും ഒരാളുടെയും അവകാശം ധ്വംസിക്കുകയില്ല. മറിച്ച് ആർക്കെങ്കിലും നഷ്ടമുണ്ടാക്കാനോ അവകാശധ്വംസനമോ ചിന്തിക്കുക പോലുമില്ല. ഇസ്ലാമിന്റെ കൽപ്പനകൾ ഏതുവിധത്തിലും അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പന മുറുകെ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും കൽപ്പനയോ നിർദ്ദേശമോ നോക്കുകയാണെങ്കിൽ, അത് നമ്മെ എല്ലാവരെയും വലയം ചെയ്ത് ഒരുമിച്ചുകൂട്ടി അള്ളാഹുവിനോടുള്ള കടമാനിർവഹണത്തിലേക്കും സൃഷ്ടികളോടുള്ള കടമാനിർവഹണത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ദുആകളും സ്വീകരിക്കപ്പെടണം എന്നും നാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അവകാശികളായി തീരണമെന്നും നാം വളരെയധികം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സ്വായത്തമാക്കുന്നതിനു വേണ്ടി നാം ഈ സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നമ്മിൽ അധിക പേരും അതിന് ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട വിധം സ്ഥിരമായി പരിശ്രമം ചെയ്യാറില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പത്തിലൂടെ കടന്നുപോയി എന്ന കാര്യത്തിൽ നാം സന്തോഷിക്കുന്നു. എന്നാൽ ഈ കാരുണ്യം സ്വായത്തമാക്കുന്നതിനു വേണ്ടി നാം എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ അതിനായി നാം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നാം താൽക്കാലിക വിലാപം നടത്തി അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കി ആർക്കാണോ അവരുടെ പ്രത്യേകമായ പാപം കൊണ്ടും കുറ്റം കാരണത്താലും ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട പാപികളെപ്പോലെയും കുറ്റവാളികളെപ്പോലെയും ആണോ? അതോ നാം മുഹ്സിനീങ്ങളിൽ ഉൾപ്പെട്ട് തഖ്വയിൽ എല്ലായ്പ്പോഴും നിലനിൽക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് അതനുസരിച്ച് ജീവിതം വാർത്തെടുക്കാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? മറ്റുള്ളവരോട് നന്മ പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ എപ്പോഴും ചെയ്യുന്നവരാണ് അവർ റമദാനെ തങ്ങളിൽ പരിശുദ്ധമാറ്റം ഉണ്ടാക്കുന്നതിനുള്ള സ്ഥിരമായ മാർഗമാക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ ആക്കിത്തീർക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ കാരുണ്യം സ്വാംശീകരിക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. അതിനായി പരിശ്രമിക്കേണ്ടതാണ്. അത് താൽക്കാലികമായല്ല, എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. താൽക്കാലികമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കരുത്. പിന്നീട് സമയം കടന്നു പോകുമ്പോൾ നാം പഴയ അവസ്ഥയിൽ ആയിത്തീരരുത്. ഈ റഹ്മത്ത് എന്ന ഒരു വാക്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിനു വേണ്ടിയുള്ള പ്രവർത്തന രൂപരേഖയുടെ ഒരു വൻ നിധിശേഖരം നൽകുകയുണ്ടായി. റംസാനിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഈ കാരുണ്യം അന്വേഷിക്കുക. പിന്നീട് ഈ കാരുണ്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനെ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 10 ദിവസത്തെ തർബിയത്ത് അടുത്ത മാർഗം കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ശൈത്താൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അവൻ അവന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. വഴി പിഴപ്പിക്കുന്നതിലും
നന്മയിൽ നിന്ന് തടയുന്നതുമായ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാരുണ്യം കരസ്ഥമാക്കിയതിനു ശേഷം അതിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സഹായം കരസ്ഥമാക്കുന്നതിനു വേണ്ടി നാം ഏത് മാർഗമാണ് അവലംബിക്കേണ്ടത്? പറഞ്ഞു, അടുത്ത 10 ദിവസം പിന്നീട് അള്ളാഹുവിന്റെ സഹായവും ശക്തിയും അന്വേഷിക്കുക. നിങ്ങളിൽ ഇതൊരു സ്ഥിരം കർമ്മമായി തീരാൻ ആ ശക്തി ഇസ്തിഗ്ഫാറാണ്. അവിടുന്ന് പറഞ്ഞു, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 മുമ്പ് പറഞ്ഞതുപോലെ വിലപിക്കുന്നവന്റെ പാപം പുറത്തുകൊടുത്തുകൊണ്ട് അള്ളാഹു അവനെ തന്റെ മഗ്ഫിറത്തിന്റെ പുതപ്പുകൊണ്ട് പൊതിയുന്നു. അവനിൽ കാരുണ്യവും അനുഗ്രഹവും ചൊരിയുന്നു. എന്നാൽ വിശ്വാസി ഈ സത്താരിയത്തിന്റെയും റഹ്മത്തിനെയും തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവനാണ്. അതിന്റെ പ്രകടനം അയാളുടെ ഇബാദത്തിൽ നിന്നും ഉണ്ടാവണം, മറ്റു കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാവണം. സ്ഥിരമായ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് തന്റെ കർമ്മങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമ്മെ വലയം ചെയ്തുകൊണ്ടേ പോകുന്നതാണ്. അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നമ്മളിൽ തുറന്നുകൊണ്ടേ പോകുന്നതാണ്. ഇതുണ്ടാകുമ്പോൾ നന്മയിൽ നിലനിൽക്കുവാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഗ്ഫിറത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് സ്വായത്തമാക്കുന്നതിനായി എന്തു മാർഗമാണ് അവലംബിക്കേണ്ടത്? എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇസ്തിഗ്ഫാറിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്: മാനുഷികമായ ഒരു ബലഹീനതയും പ്രകടമാകരുത് എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുക. അള്ളാഹു പ്രകൃതത്തിന് തന്റെ ശക്തിയുടെ താങ്ങ് നൽകുകയും തന്റെ സഹായത്തിന്റെ വൃത്തത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഈ വാക്ക് ഗഫറിൽ നിന്ന് എടുത്തതാണ്. അതിന് മൂടുക എന്നാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം അള്ളാഹു തന്റെ ശക്തി കൊണ്ട് മുസ്തഗ്ഫിറിന്റെ പ്രകൃതിപരമായ ബലഹീനതയെ മൂടുക എന്നതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിയുടെ പ്രകൃതിപരമായ ബലഹീനതകളെ മൂടുക. സ്ഥിരമായ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹു അത് മൂടുകയും ചെയ്യുന്നു. പറയുന്നു, യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്: അള്ളാഹുവിന്റെ ദൈവീകമായ ശക്തി കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മുസ്തഗ്ഫിറിനെ പ്രകൃതിപരമായ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. തന്റെ ശക്തി കൊണ്ട് ശക്തി നൽകുന്നു. തന്റെ അറിവിൽ നിന്ന് അറിവ് നൽകുന്നു. തന്റെ പ്രകാശത്തിൽ നിന്ന് പ്രകാശം നൽകുന്നു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവനിൽ നിന്ന് മാറി നിന്നിട്ടില്ല. മറിച്ച് അവൻ എങ്ങനെയാണോ മനുഷ്യന്റെ സൃഷ്ടാവായിട്ടുള്ളത്, അവന്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാവിധത്തിലുള്ള ശക്തിയും സൃഷ്ടിച്ചവനാണോ അവൻ, അതുപോലെ തന്നെ മനുഷ്യന്റെ കയ്യൂമുമാണ്. അതായത് ഏതൊന്നാണോ സൃഷ്ടിച്ചത് അതിനെ തന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് സംരക്ഷിക്കുന്നവനുമാണ്. അതായത് അള്ളാഹു ഏതൊന്നാണോ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത്, അതിനെ തന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് സംരക്ഷിക്കുന്നവനുമാണ്. കയ്യൂമുമാണവൻ. അള്ളാഹുവിന്റെ നാമം കയ്യൂമാണ് എങ്കിൽ, അതായത് തന്റെ സഹായം കൊണ്ട് സൃഷ്ടികളെ നിലനിർത്തുന്നവൻ. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖാലിക്കീയത്തിലൂടെ അവൻ ജനിച്ചതുപോലെ അവൻ തന്റെ ജന്മത്തിന്റെ രൂപം അള്ളാഹുവിന്റെ കയ്യൂമിയത്തിലൂടെ മോശമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇസ്തിഗ്ഫാർ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. മോശമാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ കയ്യൂമിയത്തിൽ നിന്ന് അംശം കരസ്ഥമാക്കുന്നതിനു വേണ്ടി, തങ്ങളുടെ ആത്മീയ അവസ്ഥയെ എപ്പോഴും നിലനിർത്തുന്നതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു പറയുന്നു, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. റമദാനിൽ നമ്മെ മഗ്ഫിറത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഈ ആത്മാവിനെ മുന്നിൽ വെക്കേണ്ടതിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. ഇസ്തിഗ്ഫാർ ചെയ്യുകയും മഗ്ഫിറത്ത് യാചിക്കുകയും ചെയ്യുക. അവന്റെ കാരുണ്യത്തിൽ നിന്ന് സ്ഥിരമായ ഭാഗം കരസ്ഥമാക്കണം എങ്കിൽ അള്ളാഹു ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കാരുണ്യം കാണിക്കുകയും തന്റെ ദാസരിൽ തന്റെ കാരുണ്യത്തിന്റെ 2 അനുഗ്രഹങ്ങളും ഒഴുക്കുന്നു. ഒന്ന് പൊതുവിലുള്ള അനുഗ്രഹം, അതിൽ നിന്ന് വിശ്വാസിയും അവിശ്വാസിയും എല്ലാവരും അംശം കരസ്ഥമാക്കുന്നു. മറ്റൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്, അത്
മുസ്ലിങ്ങളുമായി പ്രത്യേകപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്നും നാം അംശം കരസ്ഥമാക്കുന്നവരായി മാറണം. മുസ്ലിങ്ങളുമായി പ്രത്യേകപ്പെടുത്തിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് അംശം കരസ്ഥമാക്കുന്നതിനു വേണ്ടി, നന്മ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ശക്തി സംഭരിക്കുന്നതിനായുള്ള പരിശ്രമം ഒരു വിശ്വാസി ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് പ്രകാശം കരസ്ഥമാക്കുകയും അള്ളാഹുവിന്റെ ശക്തിയിൽ നിന്ന് ശക്തി സ്വരൂപിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രകാശം നിഷേധിക്കപ്പെട്ട് അന്ധകാരത്തിൽ ഉഴലാതിരിക്കുന്നതിനായി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശക്തിയിൽ നിന്ന് ശൂന്യമാക്കപ്പെട്ട് ശൈത്താന്റെ മടിത്തട്ടിൽ വീഴാതിരിക്കുന്നതിനായി. അഥവാ അള്ളാഹുവിന്റെ ശക്തി കൂടെയില്ല എങ്കിൽ ശൈത്താന്റെ ആക്രമണം വളരെ കഠിനമാണ്. അത് ഉടനെ അവന്റെ പിടുത്തത്തിൽ അകപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ശക്തി സംഭരിച്ച് ശൈത്താനിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടുന്നതിനു വേണ്ടി പറയുന്നു. മനുഷ്യൻ പ്രകൃതിപരമായി ബലഹീനനാണ്. ആ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അള്ളാഹുവിന്റെ ശക്തിയിൽ നിന്ന് ശക്തി കരസ്ഥമാക്കുന്നതിനും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യന് അവന്റെ നന്മകളിൽ നിലനിൽക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും എപ്പോഴും തന്നിൽ നിലനിർത്തുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു തന്റെ നാമം ഖയ്യൂം എന്ന് വെച്ചുകൊണ്ട് അവന്റെ ഈ സിഫത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. നന്മകളെ തുടർന്നു കൊണ്ടുപോകുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും എപ്പോഴും ഭാഗം കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ സിഫത്ത് ഖയ്യൂമിയത്താണ് ഇത് പറഞ്ഞു തരുന്നത്. അഥവാ നിങ്ങൾ ഏതെങ്കിലും കാര്യം എന്നും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കേതായിരുന്നാലും എന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നിലേക്ക് വരിക. അള്ളാഹു പറയുന്നു, ഈ സഹായത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അള്ളാഹു എപ്പോഴും നിലനിൽക്കുന്നവനും നിലനിർത്തുന്നവനുമാണ്. ഏറ്റവും ഉറപ്പുള്ള സഹായവുമാണവൻ. നാം ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. മധ്യത്തിലുള്ള 10 മഗ്ഫിറത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിൽ എത്ര ഇസ്തിഗ്ഫാർ ചെയ്യാമോ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം പ്രാപിച്ചു എന്നുമല്ല. മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. റംളാൻ വരികയും അള്ളാഹു തന്റെ ദാസരോടടുക്കുകയും നിങ്ങളുടെയും ശ്രദ്ധ നോമ്പിലേക്കും ദുആയിലേക്കും ഉണ്ടായി. ഇനി നിങ്ങളുടെ നന്മയെ നിലനിർത്തുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് സ്ഥിരമായി ഭാഗം കരസ്ഥമാക്കുന്നതിനു വേണ്ടി, തങ്ങളുടെ പ്രകൃതിപരമായ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അവന്റെ അഭയത്തിൽ വരിക. ഈ അവസ്ഥ സ്ഥിരമായി നിലനിർത്താൻ പരിശ്രമിക്കുക. നമ്മിൽ അധിക പേരും ഈ ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് യാചിച്ച് രണ്ടാമത്തെ 10 കടന്നു പോകുന്നവരായി അള്ളാഹു തീർക്കട്ടെ, അല്ലെങ്കിൽ കടന്നു പോയവരായി തീർക്കട്ടെ. കാരണം ആ 10 കടന്നുപോയി. ഇപ്പോൾ അള്ളാഹുവിൽ നിന്ന് സ്വായത്തമാക്കിയ പ്രകാശവും ശക്തിയും നമ്മെ അള്ളാഹുവിന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതായിരിക്കും എന്ന ചിന്തയോടുകൂടി അവസാനത്തെ 10 പ്രവേശിക്കുന്നവരായി തീരട്ടെ ഇൻഷാ അല്ലാഹ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള 10 ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പുതപ്പിൽ പൊതിയപ്പെടുകയും അവന്റെ മഗ്ഫിറത്തിൽ നിന്ന് പ്രകാശത്തിന്റെ ശക്തി സംഭരിച്ച് അതിൽ നിലനിന്നാൽ പിന്നീട് അയാൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനായി തീരും എന്ന കാര്യം വ്യക്തമാണ്. അള്ളാഹു ആരെയും പ്രതിഫലം നൽകാതെ ഒഴിവാക്കുകയില്ല. വളരെയധികം ദയാലുവും നൽകുന്നവനുമാണ് അവൻ. മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി നന്മ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അള്ളാഹു ശരി, ഞാൻ നിങ്ങളെ നരകത്തിൽ ഇടുന്നില്ല, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല പറയുന്നത്, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന 10 എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് യഥാർത്ഥത്തിൽ പറഞ്ഞത്, അള്ളാഹു അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്
തന്റെ സ്വർഗത്തിന്റെ സന്തോഷവാർത്ത നൽകുന്നു. നരകത്തിന്റെ കവാടങ്ങൾ റമദാൻ വന്നതിലൂടെ അടക്കപ്പെട്ടത് സ്ഥിരമായ മഗ്ഫിറത്തിലൂടെ ചോദിച്ചുകൊണ്ടിരുന്നാൽ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നാൽ, നന്മയിൽ സ്ഥിരചിത്തത കൈവരിക്കുന്നതിനു വേണ്ടിയും അതിൽ നിലനിൽക്കുന്നതിനു വേണ്ടിയും സ്ഥിരമായി അള്ളാഹുവിന്റെ കോന്തല മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നരകത്തിന്റെ കവാടങ്ങൾ കേവലം റമദാനിൽ മാത്രമല്ല, മറിച്ച് ഈ 30 ദിവസത്തെ ആരാധനകളും പ്രതിജ്ഞകളും കടമാനിർവഹണവും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും സ്ഥിരമായ ശീലം നരകത്തിന്റെ കവാടങ്ങൾ എന്നേക്കുമായി അടച്ചുകളയും. സ്വർഗനരകങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കാം. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മതം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും പരിപൂർണ ഗുണനാമങ്ങളിലും ദൃഢമായ നിലയിൽ വിശ്വാസം കരസ്ഥമാക്കി ശാരീരിക ആവേശങ്ങളിൽ നിന്ന് മനുഷ്യൻ മോക്ഷം പ്രാപിക്കുക എന്നതാണ്. അതുപോലെ അള്ളാഹുവുമായി വ്യക്തിപരമായ സ്നേഹം ജനിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സ്വർഗം. അത് പരലോകത്ത് വിവിധ രീതിയിൽ പ്രകടമായിക്കൊണ്ടിരിക്കും. യഥാർത്ഥ ദൈവത്തിൽ നിന്ന് അജ്ഞരായിരിക്കുന്നത്, അവനിൽ നിന്ന് ദൂരപ്പെട്ടു നിൽക്കുന്നത്, അവനുമായി സത്യസന്ധമായ സ്നേഹം വെക്കാതിരിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നരകം. അത് പരലോകത്ത് വിവിധങ്ങളായ രീതിയിലും തരത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു പോയിന്റ് നാം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നരകത്തിൽ നിന്നുള്ള മോക്ഷവും ഈ ലോകത്ത് നിന്ന് ആരംഭിക്കുന്നു. സ്വർഗം ലഭിക്കുന്നതും ഈ ലോകത്ത് വെച്ചാണ്. ഇത് രണ്ടിന്റെയും വിശാലമായ സ്വാധീനം അത് വിവിധങ്ങളായ അവസ്ഥയിലും രൂപത്തിലും മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരലോകത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അള്ളാഹുവിനോടുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം തൗബയും ഇസ്തിഗ്ഫാറും മനുഷ്യന് ഈ ലോകത്തും സ്വർഗം കാണിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ വിശാലമായ പാരിതോഷികങ്ങൾ അടുത്ത ലോകത്ത് ലഭിക്കുന്നതായിരിക്കും. അള്ളാഹുമായിട്ടുള്ള സത്യസന്ധമായ നിലയിലുള്ള സ്നേഹവും ബന്ധവും അവന്റെ കാരുണ്യവും പൊറുക്കലും എല്ലായ്പ്പോഴും ചോദിക്കാതിരിക്കുക എന്നത് അവന്റെ കൽപ്പനകളെ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നതിന് തുല്യമാണ്. ഇത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായി തീരുന്നു. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം വ്യക്തമായ നിലയിൽ വിവരിച്ചു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സ്വർഗനരകങ്ങളുടെ യാഥാർത്ഥ്യം വിവരിച്ചതുപോലെ മറ്റൊരു ഗ്രന്ഥവും വിവരിച്ചിട്ടില്ല. അത് വ്യക്തമായ നിലയിൽ പറയുന്നു, ഈ പരമ്പര ഈ ലോകത്ത് നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അതായത് ഏതൊരാളാണോ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭയപ്പെട്ടത് അയാൾക്കായി 2 സ്വർഗങ്ങളുണ്ട്. അതായത് ഒരു സ്വർഗം ഈ ലോകത്ത് ലഭിക്കുന്നതായിരിക്കും. അത് അള്ളാഹുവിനോടുള്ള ഭയം അയാളെ തിന്മകളിൽ നിന്ന് തടയുന്നു. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ സ്വർഗം ലഭിക്കുന്നു. തിന്മയിലേക്ക് ഓടിച്ചെല്ലുന്നത് ഹൃദയത്തിൽ ഒരു അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാക്കുന്നു. അത് സ്വയം ഒരു നരകമാണ്. അള്ളാഹുവിനോടുള്ള ഭയം തിന്മകളിൽ നിന്ന് തടയുന്നു. മനുഷ്യൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അയാൾ ഈ ലോകത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. തിന്മകളിലേക്ക് ഓടിച്ചെല്ലുന്നതും തിന്മകൾ ചെയ്യുന്നതും തിന്മ ചെയ്യുന്ന ഒരാൾക്കും സമാധാനം ലഭിക്കുകയില്ല. എപ്പോഴും അയാൾക്ക് അസ്വസ്ഥതയും അസമാധാനവുമായിരിക്കും. തിന്മ ചെയ്തതിന് ശേഷമുള്ള മനുഷ്യന്റെ ഈ അവസ്ഥ അത് സ്വയം ഒരു നരകമാണ്. പറഞ്ഞു, എന്നാൽ ഏതൊരാളാണോ അള്ളാഹുവിനെ ഭയക്കുന്നത് അയാൾ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഈ ശിക്ഷയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ
ഉടനെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏതൊന്നാണോ ശരീരേച്ഛയുടെയും ശാരീരിക ദുരാവേശത്തിന്റെയും അടിമത്വത്തിൽ നിന്നും തടവറയിൽ നിന്നും ജനിക്കുന്നത്, മനുഷ്യൻ ശരീരേച്ഛയുടെ അടിമയും ശാരീരിക ദുരാവേശത്തിന്റെ തടവറയിലുമാകുമ്പോൾ അഥവാ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ട് എങ്കിൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. പിന്നീട് പറഞ്ഞു, ആത്മാർത്ഥതയിലും അള്ളാഹുവിലേക്ക് കുനിയുന്നതിലും മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് കുനിയുന്നതിൽ പുരോഗതി പ്രാപിക്കും. അത് മുഖേന അയാൾക്ക് ഒരനുഭൂതിയും സന്തോഷവും നൽകപ്പെടും. അങ്ങനെ സ്വർഗീയ ജീവിതം അയാൾക്ക് ഈ ലോകത്ത് നിന്ന് ആരംഭിക്കുന്നു. ഈ ലോകത്തിലെ സ്വർഗീയ ജീവിതം അല്ലെങ്കിൽ അടുത്ത ലോകത്തിലെ സ്വർഗീയ ജീവിതത്തിനു വേണ്ടിയുള്ള പരിശ്രമം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ ഏതു വിധത്തിലാണ് എന്നാണ് ഇതാണ് അവിടുന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും സ്വർഗം കരസ്ഥമാക്കുക എന്നതും കേവലം പരലോകത്തിലുള്ള സ്വർഗനരകങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിലും സ്വർഗവും നരകവും ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ് സാധ്യമാകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള മുഹ്സിൻ എല്ലായ്പ്പോഴും അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവനാണ്. ഈ ഒരു ചിന്തയുണ്ട് എങ്കിൽ, അതായത് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത, അപ്പോൾ അള്ളാഹുവിനോടുള്ള ഭയം ജനിക്കുന്നു. അപ്പോഴാണ് മനുഷ്യൻ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആരാണോ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അയാൾ ഹൃദയത്തിന്റെ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുന്നു. അഥവാ മോഷ്ടാവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എങ്കിൽ, താൻ പിടിക്കപ്പെടുമോ എന്ന ഭയം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്പേരുണ്ടാകുമോ എന്ന് ഭയപ്പെടും. ഈ ഭയം തന്നെയാണ് അയാളെ ഈ ലോകത്ത് നരകത്തിൽ അകപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ഥിതി ഈ ലോകത്തും പരലോകത്തും സ്വർഗം സമ്പാദിക്കുന്നതായിരിക്കും. തിന്മയിലും ശാരീരിക ആവേശങ്ങളിലും അകപ്പെട്ട വ്യക്തി ഈ ലോകത്തും പരലോകത്തും നരകത്തെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, അള്ളാഹുവിലേക്ക് കുനിയുന്നതും അവനോട് ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് സ്വർഗം. അവനിൽ നിന്ന് ദൂരപ്പെട്ടു പോകുന്നതാണ് നരകം. നരകത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കുക എന്ന കാര്യവും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും അവനോടുള്ള ഭയത്തിലും തഖ്വയെ എപ്പോഴും മുന്നിൽ വെക്കുക എന്നതിൽ ചെന്നാണ് അവസാനിക്കുന്നത്. ഈ ഒരു ചെറിയ ഹദീസിൽ 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. അതോടൊപ്പം അതിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ഇസ്തിഗ്ഫാറിലേക്കും ശ്രദ്ധ ക്ഷണിച്ചു. അതിൽ അടിയുറച്ച് നിൽക്കാൻ നിർദ്ദേശിച്ചു. പറഞ്ഞു, അഥവാ മനുഷ്യൻ ഈ കാര്യങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതിയെ മുന്നിൽ വെച്ചുകൊണ്ടായിത്തീരുന്നു. തിന്മയോട് വെറുപ്പും നന്മ ചെയ്യാനുള്ള പ്രേരണയും ഉണ്ടായിത്തീരുന്നു. റമദാന്റെ സ്ഥായിയായ അനുഗ്രഹം അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അയാൾ നരകത്തിൽ നിന്ന് ദൂരപ്പെടുന്നു. ഈ ലോകത്തും പരലോകത്തും അയാൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി അവന്റെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നു. ഈ കാര്യം നാം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. അതനുസരിച്ച് ചിന്തിക്കേണ്ടതാണ്. റമദാനിലെ അവസാനത്തെ 10 അള്ളാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനു വേണ്ടി, വിശ്വാസത്തെ എപ്പോഴും സുരക്ഷിതമാക്കി വെക്കുന്നതിനു വേണ്ടി, തഖ്വയിൽ നിലനിൽക്കുന്നതിനു വേണ്ടി മറ്റൊരു കാര്യത്തിലേക്കും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ ക്ഷണിച്ചു. എന്നല്ല, സന്തോഷവാർത്ത നൽകി. അത് ഈ ദിവസങ്ങളിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റുണ്ട് എന്നുള്ളതാണ്.
ഒരു റിവായത്തിൽ വരുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ വിശ്വാസത്തോടുകൂടി ആത്മപരിശോധന നടത്തിക്കൊണ്ട് റംലാനിലെ വ്രതമനുഷ്ഠിക്കുന്നത് അയാൾക്കയാളുടെ കഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഏതൊരാളാണോ വിശ്വാസാവസ്ഥയിൽ ആത്മപരിശോധന നടത്തിക്കൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നമസ്കരിക്കുന്നതിനായി എഴുന്നേറ്റുന്നത് അയാളുടെ കഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. ലൈലത്തുൽ ഖദ്റിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ റമദാനിലെ നോമ്പും പ്രാധാന്യമുള്ളതാണ്. ആ ഒരു രാത്രി പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് ശരി തന്നെയാണ്. കഴിഞ്ഞ കർമ്മങ്ങളും മുന്നിലുണ്ട്. റമദാനിലെ 30 ദിവസങ്ങളിലും ഇതേ കർമ്മങ്ങളാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു പറയുന്നു, ഈ നിബന്ധനകൾ അനിവാര്യമാണ്. റമദാനിലെ നോമ്പും ലൈലത്തുൽ ഖദ്ർ പ്രാപിക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നതിന് വിശ്വാസവും നഫ്സിന്റെ കണക്കെടുപ്പും, അഥവാ ആദ്യ ദിവസങ്ങളിൽ എന്തെങ്കിലും ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണോ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നത് അയാളുടെ പാപങ്ങൾ മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് നോമ്പിൽ നിന്നും ലൈലത്തുൽ ഖദ്റിൽ നിന്നും വിശ്വാസാവസ്ഥയിൽ തന്റെ നഫ്സിനെ പരിശോധിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഏതൊരു വ്യക്തിക്കും അള്ളാഹുവിന്റെ പാപപ്രതിയെ പ്രതീക്ഷിക്കാവുന്നതാണ്. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വിശ്വാസിക്ക് അള്ളാഹു ഒരുപാട് പ്രത്യേകതകളും നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഇവിടെയും ഈ നിബന്ധനകൾ വെച്ചിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു വിശ്വാസത്തെ സൽക്കർമ്മങ്ങളുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തേക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. വിശ്വാസം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ. അള്ളാഹു വിശ്വാസികൾക്കായി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറുല്ലാഹ് വജലത് ഖുലൂബുഹും. വിശ്വാസികൾ അവർ മാത്രമാണ്, അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയം ഭയക്കുന്നു. ഇതാണ് വിശ്വാസികളുടെ അടയാളം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണ് എന്ന ചിന്തയിൽ എപ്പോഴും ഇരിക്കുക. അള്ളാഹുവാണ് ഈ കൽപ്പന നൽകിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞൊരു കാര്യം ഏതവസരത്തിൽ ഓർമ്മപ്പെടുത്തിയാലും ഉടനെ ഭയപ്പെടുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ വാക്കുകളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റുള്ളവരോടുള്ള കടമകൾ നിർവഹിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഇത് നാം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവ നിറവേറ്റാൻ പറഞ്ഞാൽ പിന്നീട് മനുഷ്യൻ ഇത് നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാൾ ഈ ആയത്ത് അനുസരിച്ച് വിശ്വാസിയുടെ ഗണത്തിൽ ഉൾപ്പെടുമോ? അഥവാ നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നാം അതിൽ ഉൾപ്പെടുമോ? അവിടുന്ന് പറഞ്ഞു, ഓരോരുത്തരും അവരുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് തന്റെ ഈമാന്റെ അവസ്ഥയെ നോക്കിക്കൊണ്ട് നോമ്പ് എടുത്തു എങ്കിൽ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിലൂടെ കടന്നുപോയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. റമദാനും ലൈലത്തുൽ ഖദ്റിന്റെയും അനുഗ്രഹങ്ങൾ നിബന്ധനയോടുകൂടിയുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ നിബന്ധനയോടുകൂടിയായിരിക്കും ഉണ്ടാവുക. അഥവാ മനുഷ്യനിൽ ഈമാന്റെ ബലഹീനത ഉണ്ട് എങ്കിൽ, മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അയാൾ പറയുകയാണ് അയാൾ ലൈലത്തുൽ ഖദ്ർ കണ്ടു, ദുആയുടെ പ്രത്യേക അവസ്ഥ അയാളിൽ ഉണ്ടായി, തന്റെ അവസ്ഥയിൽ പരിപൂർണമായ വിപ്ലവം ഉണ്ടാക്കുന്നതായിരിക്കും അത്. അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹവും കാരുണ്യവും അയാൾക്ക് ലഭിച്ചു. അതിന്റെ ഫലമായി അതിൽ നിലനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഈ ഒരവസ്ഥയില്ല എങ്കിൽ
ഒരുപക്ഷെ അയാൾ ലൈലത്തുൽ ഖദർ എന്ന് മനസ്സിലാക്കിയത് അത് മനസ്സിന്റെ വഞ്ചനയായിരിക്കാം. അവിടുന്ന് പറഞ്ഞത് വിശ്വാസവും പൂർണ്ണമായിരിക്കണം, നഫ്സിന്റെ കണക്കെടുപ്പും ഉണ്ടായിരിക്കണം. ഈ ഒരു പോയിന്റ് നമ്മുടെ മുമ്പിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് കേവലം ഒരു രാത്രി മാത്രമല്ല. ലൈലത്തുൽ ഖദറിന് 3 രൂപങ്ങളുണ്ട്. ഒന്ന് റമദാനിൽ വരുന്ന ആ പ്രത്യേക രാത്രിയാണ്, ഒന്ന് നബിയുടെ കാലഘട്ടമാണ്, മറ്റൊന്ന് മനുഷ്യനുമായി ഓരോ വ്യക്തിക്കും അയാളുടെ ലൈലത്തുൽ ഖദർ അയാൾ വിശുദ്ധനായി തീരുന്ന ദിവസമാണ്. ലോകത്തിലെ എല്ലാ അശുദ്ധിയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും ശുദ്ധനായി മാറുമ്പോൾ, തന്റെ വിശ്വാസത്തിൽ ദൃഢചിത്തനായി തീരുമ്പോൾ, അതിൽ നിലനിൽക്കുമ്പോൾ, ആത്മപരിശോധന നടത്തിക്കൊണ്ട് എല്ലാ തിന്മകളെയും തന്നിൽ നിന്ന് ദൂരീകരിക്കുമ്പോൾ ഈ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിച്ചാൽ നാം പൂർണ്ണമായും അള്ളാഹുവിന്റേതായി തീർന്നാൽ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീർന്നാൽ, തങ്ങളുടെ ഇബാദത്തിന്റെ നിലവാരം ഉയർത്തുന്നവരായി തീർന്നാൽ, അള്ളാഹു നമ്മോട് നേടാൻ പറഞ്ഞ നമ്മുടെ ലക്ഷ്യമാണ് അത്. നാം ഈ സ്ഥാനം അഥവാ കരസ്ഥമാക്കിയാൽ, അല്ലെങ്കിൽ കരസ്ഥമാക്കാൻ ശ്രമിച്ചാൽ, എല്ലാ രാത്രിയും പകലും നമുക്ക് ദുആ സ്വീകാര്യതയുടെ സമയങ്ങളായി മാറും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയിൽ വിശ്വസിക്കുന്ന നാം നമ്മുടെ അവസ്ഥയിൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഈമാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യമുണ്ട്. എവിടെയാണോ നമ്മുടെ എല്ലാ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിന് വേണ്ടിയായിത്തീരുന്നത്, നാം നമ്മുടെ കണക്കെടുപ്പ് നടത്തി നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവരായി മാറണം. റംസാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം. നമ്മളിൽ ഒരുപാട് പേർ അവസാന ദിവസങ്ങളിൽ ദുആ സ്വീകാര്യതയുടെ പ്രത്യേക അവസരമായ ആ ലൈലത്തുൽ ഖദറും പ്രാപിക്കുന്നവരായി അള്ളാഹു തീർക്കട്ടെ. ഏതൊന്നിനെ കുറിച്ചാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് പ്രാപിക്കുന്നത് നമ്മെ നന്മയിലും തഖ്വയിലും കൂടുതൽ ചരിപ്പിക്കുന്നതാക്കി തീർക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമാറാകട്ടെ. ഭാവിയിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയും അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളിൽ ശക്തിയും കഴിവും ഉണ്ടാകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.